എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഉപയോഗപ്രദമാവുക. ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ചാപ്റ്റർ 3 തന്നെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് പഠിക്കാൻ പോവാണ്. വ്യാകരണ വിശേഷമായ വിന എന്നുള്ള വാക്കാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നോക്കൂ, വിന ശബ്ദയോഗേ ദ്വിതീയ തൃതീയ പഞ്ചമീച്ച എന്താ പറയുന്നത്? വിന എന്ന ശബ്ദത്തിൻ്റെ യോഗത്തിൽ ദ്വിതീയ വിഭക്തിയോ തൃതീയ വിഭക്തിയോ പഞ്ചമി വിഭക്തിയോ മാത്രമേ എന്ത് ചെയ്യാവൂ, നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം വിന എന്ന ശബ്ദത്തിൻ്റെ യോഗത്തിൽ ദ്വിതീയ വിഭക്തിയോ തൃതീയ വിഭക്തിയോ പഞ്ചമി വിഭക്തിയോ മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. അപ്പോൾ ഉദാഹരണം നോക്കൂ, ജലം വിന ജീവിതം നാസ്തി. ജലം എന്ന് പറയുന്നത് ദ്വിതീയ വിഭക്തിയാണ്. അടുത്ത് നോക്കൂ, ജലേന വിന ജീവിതം നാസ്തി. അതിലെ ജലേന എന്ന് പറയുന്നത് തൃതീയ വിഭക്തിയാണ്. ജലാത് വിന ജീവിതം നാസ്തി. ജലാത് എന്ന് പറയുന്ന പഞ്ചമി വിഭക്തിയാണ്. അപ്പോൾ വിന എന്ന ശബ്ദം നമ്മുടെ ചോദ്യത്തിൽ വരികയാണെങ്കിൽ അവിടെ ദ്വിതീയ വിഭക്തിയോ തൃതീയ വിഭക്തിയോ പഞ്ചമി വിഭക്തിയോ മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജനുവരി 2 തൊട്ടിട്ട് നമ്മൾ സംസ്കൃതത്തിന് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഇത് ഉപയോഗപ്രദമാവുക. ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസും ഷോർട്സൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിലോ ഡൗട്ട് ഉണ്ടെങ്കിലോ ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.